Hello, hi dears. Welcome to Jewel Baby's World. ആദ്യമേ തന്നെ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഈസ്റ്റർ ആയിട്ട് എന്താ സ്പെഷ്യൽ എന്നല്ലേ? ഇത്തവണത്തെ ഈസ്റ്റർ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഡക്ക് ബിരിയാണിയാണ്. ഡക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ വെറും ബിരിയാണി അല്ല കേട്ടോ, ഡക്ക് കിഴി ബിരിയാണിയാണ്. സൂപ്പർ ബിരിയാണിയാണ്. ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അത്ര ഇതൊന്നും തോന്നിയില്ല, പക്ഷെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ സൂപ്പർ. ഈ താറാവ് ബിരിയാണി പലപ്പോഴും പല സ്ഥലത്തൊന്നും വാങ്ങാൻ കിട്ടാറില്ല. ഞാൻ ഇതുവരെ ഒരു റെസ്റ്റോറൻറ്റിലും താറാവ് ബിരിയാണി കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് താറാവിന് കുറച്ചും കൂടെ വില കൂടിയത് കൊണ്ടാവും. ചിലർക്ക് പിന്നെ അതിൻ്റെ താറാവിൻ്റെ മണം ഇഷ്ടമല്ല. പക്ഷേ ഈ ഡക്ക് കിഴി ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ആ ഡക്കിൻ്റേതായിട്ടുള്ള ആ ഒരു സ്മെല്ലില്ല, ആ ഒരു ബാഡ് സ്മെല്ല് ഒന്നുമില്ല. തനി നല്ല ഡക്കിൻ്റെ ആ ഒരു സ്മെല്ലും നല്ല മസാലയുടെ ടേസ്റ്റും ഒക്കെ ആയിട്ടുള്ള ബിരിയാണിയായിരുന്നു. സൂപ്പർ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. അന്ന് പിന്നെ അധികം സമയം കളയേണ്ട, നമുക്ക് നേരെ ഡക്ക് കിഴി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഡക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ഡക്ക് നല്ലതുപോലെ കഴുകി വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുന്നതാണിത്. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയും ഉപ്പും എല്ലാം ചേർത്ത് ഒരു 2 മണിക്കൂർ വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇതിരിക്കുന്നത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 3 തക്കാളിയാണ്. പിന്നെ പച്ചമുളക്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയാണ്. അത് പേസ്റ്റാക്കി നമുക്ക് വേണമെങ്കിൽ വെക്കാം. പിന്നെ ചെറിയ ഉള്ളിയും സവോളയാണ്. സവോള ഒരു 4 സവോള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഏകദേശം ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പുതിനയില, കറിവേപ്പില. ഇത്രയാണ് ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് വരുന്നത്. പിന്നെ കുറച്ച് സംഭവങ്ങളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്കിനി നല്ലതുപോലെ എണ്ണയിൽ നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക്. ഇനി നമുക്ക് സവോള ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ചെറിയ ഉള്ളിയും നമുക്ക് ചേർക്കാം. ചെറിയ ഉള്ളിയും സവോളയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ. ഏകദേശം 4 സവോളയും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല ഗ്രേവി, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ സവോളയും ചെറിയ ഉള്ളിയും ചേർക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇടാം. ഒപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നല്ലതുപോലെ സവോള വഴന്ന് വന്ന് ആ പച്ചമണം മാറിയാൽ മാത്രമാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പച്ചമണം എല്ലാം മാറി നല്ലതുപോലെ വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഇടാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ട് വഴന്നു വരണം. ഇതിൻ്റെയും ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു കാര്യം മറന്നുപോയി, പച്ചമുളക് ഇടാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് പച്ചമുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കുറച്ചും കൂടെ നേരത്തെ ഇടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ അത് വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ പച്ചമുളകും എല്ലാം ഇട്ട് നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൊടി ഇട്ടിട്ട് നമുക്ക് തക്കാളി ഇടാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 അല്ലെങ്കിൽ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർക്കാം 1 ടീസ്പൂൺ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒത്തിരി എരിവ് ഞാൻ ഇടുന്നില്ല കേട്ടോ. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എരിവ് ഇട്ടോളൂ. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/4 അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികൾ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. കുറച്ചും കൂടെ എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് അത് കൂടുതൽ ചേർക്കാം. ഇത് കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മല്ലിപ്പൊടി അതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഞങ്ങളിവിടെ എരിവൊക്കെ കുറച്ച് കുറവ് കൂട്ടുന്നവരായതുകൊണ്ടാണ് കുറച്ച് എരിവൊക്കെ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. ആ പൊടിയുടെ എല്ലാം പച്ച മണം മാറണം. അതിനുവേണ്ടി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിൽ നിന്ന് ആ എണ്ണ തെളിഞ്ഞ് വരണം. അതാണ് ശരിക്കും പാകം. അപ്പോൾ ആ പച്ചമണം എല്ലാം മാറി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ താറാവിൻ്റെ ആ ഒരു മണമൊക്കെ പോകാനായിട്ട് ഗരം മസാല നല്ല. അപ്പോൾ ഗരം മസാല ഇവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇതെല്ലാം സിമ്മിലിട്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം ഒത്തിരി നമ്മൾ കൂട്ടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റൗ സിമ്മിലിട്ടിട്ട് ഇതെല്ലാം നല്ലതുപോലെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴന്നു വരണം, ഇളക്കി കൊടുക്കാം നമുക്ക്. അതിനൊപ്പം തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു കുറച്ച് നേരത്തേക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ആ തക്കാളിയുടെ വെള്ളം എല്ലാം ചേർന്ന് നല്ലതുപോലെ പാകം വരാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ശരിക്കും മൂടി വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതെല്ലാം റെഡി ആയിട്ട് വരും. ഇതൊക്കെ കണ്ടോ, പെട്ടെന്ന് ഒരു 2-3 മിനിറ്റും കൊണ്ട് തന്നെ തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ഈ കുഴഞ്ഞ് കിട്ടുന്നതാണ് ഇതിൻ്റെ നല്ലതുപോലെ ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ നമ്മൾ ആ എണ്ണ പുറത്തേക്ക് വരണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. അപ്പോൾ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രേവിക്കുള്ള ഐറ്റംസ് എല്ലാം. പച്ചമണമൊക്കെ പോയി ഇതെല്ലാം നല്ല വെന്ത് ആ എണ്ണ പൊങ്ങി വരുന്ന കറക്റ്റ് പാകമായി കഴിയുമ്പോൾ മാത്രം ഓഫ് ചെയ്താൽ മതി. അത്രയും നേരം അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. റെഡിയായി കഴിഞ്ഞ ഈ ഗ്രേവിയിലേക്ക് വെള്ളമൊക്കെ പോയി വെച്ചിരിക്കുന്ന താറാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇനി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇവിടെ ശരിക്കും ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ 1 കിലോ ഡക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾ കൂടുതൽ ഡക്ക് എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ശരിക്കും ആ മസാല എല്ലാം ഇതിനകത്ത് പിടിക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് 5 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. എന്നാലേ ഇതിനകത്തേക്ക് എല്ലാം ഒന്ന് പിടിച്ചു വരികയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർക്കുന്നത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവാനും എല്ലാം വേണ്ടിയിട്ടാണ് ഈ ഡക്കെല്ലാം. അപ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടി ഇതെല്ലാം നല്ലതുപോലെ ചേർത്ത് കൊടുക്കാം. തൈര് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടെ കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ പൊടിച്ച് വെക്കുന്ന മസാലയില്ലേ, ആ മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ആ മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡെക്കിൽ ശരിക്കും എല്ലാം പിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം നല്ല പാകമായിട്ടുണ്ട്. എല്ലാ ഗ്രേവി എല്ലാം അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ഡക്ക് വേവിക്കാനായിട്ട് പോകുന്നത് കുക്കറിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ട് പറ്റും. 3 വിസിൽ കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡക്കിനെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുക്കറിലേക്ക് നമുക്ക് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം അതിനകത്ത് നമ്മൾ എണ്ണ, ഉപ്പ് എല്ലാം തന്നെ ചേർന്നിട്ടുള്ളതാണ്. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ മസാലകൾ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ആ മസാല കൂടി ഇപ്പോൾ ചേർക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു മണമൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ മസാല വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡക്ക് വേവിച്ചെടുക്കാം. ഏകദേശം 3 വിസിൽ കേൾക്കുന്നതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം വറ്റിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് പുതിനയിലയോ മല്ലിയിലയോ ഒക്കെ ഇടാം കേട്ടോ. മല്ലിയില എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. കറിവേപ്പില മാത്രമാണ് എനിക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ പുതിനയില ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. അത് ചുമ്മാ നമുക്ക് കുറച്ച് 2-3 തണ്ട് പുതിനയില അങ്ങ് ഇട്ടാൽ മതി. ഇതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം. 3 വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ 3 വിസിൽ വന്ന് അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ചൂടൊക്കെ ആറുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ളതെല്ലാം വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണിക്കുള്ള നട്ട്സും കിസ്മിസും അതുപോലെ അതിന് വേണ്ട നല്ല ചെറുതായിട്ട് അരിഞ്ഞ സവോളയും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നെയ്യിലാണ് ഇത് 3 വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മുടെ ബിരിയാണിയുടെ പണികൾ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഡക്ക് എന്തായെന്ന് നോക്കാം. ഡക്ക് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. വെള്ളവും നല്ല നെയ്യും ഉണ്ട്. ഇനി ഈ വെള്ളവും നെയ്യും ഒന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ അത് നമുക്ക് വറ്റിച്ചെടുക്കാം. ആ സമയം കൊണ്ട് അതവിടെ വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു ചുവട് കെട്ടിയുള്ള പാത്രത്തിൽ നമുക്ക് ബിരിയാണിക്കുള്ള അരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നെയ്യ് ഒഴിച്ച് നെയ്യിലേക്ക് നമുക്ക് 4 കറുകപ്പട്ട, പിന്നെ തക്കോലം, ഒരു 2-3 ഏലക്ക, ഗ്രാമ്പു ഇത്രയും ഒന്നിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിവിടെ കുറച്ച് വെള്ളം വയ്ക്കാം. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇടാം. ഇനി കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 നാരങ്ങയാണ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നല്ലതുപോലെ ചൂടായാൽ മാത്രം മതി, വെട്ടി തിളയ്ക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അരി നമുക്ക് ഏകദേശം ഞാനൊരു അരമണിക്കൂർ കുതിർത്തിയിട്ട അരിയാണ് കേട്ടോ ഇത്. എന്നിട്ട് വെള്ളം പോകാനായിട്ട് വെച്ച അരിയാണ്. നല്ലപോലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇത് നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മുടെ തക്കോലവും അതെല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഈ അരി കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി സിമ്മിലിട്ടിട്ട് ഗ്യാസ് സിമ്മിലിട്ടിട്ട് വേണം ഇത് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇത് ആ അരിയിൽ ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റി പോകാനായിട്ടാണ്. നമ്മുടെ താറാവ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഗ്രേവി എല്ലാം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച മസാല വേണമെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്താ വെള്ളം എല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഗ്രേവിക്ക്. കണ്ടോ ആ എല്ലാത്തിലേക്കും പിടിച്ചു നല്ലതുപോലെ. അപ്പോൾ ഡെക്കിലേക്കെല്ലാം നല്ലതുപോലെ പിടിച്ച ഗ്രേവി എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ നമ്മുടെ ഡെക്ക് റെഡി ആയി കഴിഞ്ഞു. ഡെക്കിൻ്റെ പണി നമ്മളിവിടെ ഏകദേശം, ഇനി ഇതിനകത്തേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഡെക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ബിരിയാണി അരി അവിടെ വെള്ളമൊക്കെ പോയി ഇതാ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം എല്ലാം വറ്റി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് 4.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ആ വെള്ളം അങ്ങനെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോ അരികൾക്കും ചിലപ്പോൾ വേഗൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏകദേശം 4.5 തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. ഇത് 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് ഏകദേശം കറക്റ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം മതി. പക്ഷേ ഞങ്ങൾ ഒരു 1/2 ഗ്ലാസും കൂടെ കൂടുതൽ വെച്ചത്. അതുപോലെ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസും കൂടെ കൂടുതൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അരിയുടെ വേഗിനനുസരിച്ച് നമുക്ക് ഇത് മാറ്റം വരാം. ഇനി നമുക്ക് ഇതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് മതി. ഇതാ കറക്റ്റായിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിലരുടെ അരികൾ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വേഗൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നമുക്ക് ഒന്നും കൂടെ വേവിച്ചെടുത്താൽ മതി. റോസ് ഫസ്റ്റ് ഗ്രേഡ് അരിയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഈ തക്കോലം ഒക്കെ ചേർത്ത സമയത്ത് നമുക്ക് അതുപോലെ തന്നെ ചേർക്കാൻ പറ്റുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ ദേ ഇവിടെ വാട്ടി ഇല വെച്ചിട്ടുണ്ട്. ആ വാട്ടിയ ഇലയിലേക്ക് നമ്മൾക്ക് വെന്ത നമ്മുടെ ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, കിസ്മസ്, അതുപോലെ തന്നെ സവാള വറുത്തത് ഇതെല്ലാം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്കിനി ഡക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഡക്ക് ചേർക്കാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആ ഗ്രേവിയോട് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ ഇലയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ വയ്ക്കാം. ഇത് ചെറിയ ഇലയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വെച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ ഇലയാണെങ്കിൽ കുറച്ചും കൂടെ വലിയ കിഴി നമുക്കതാ ഇതുപോലെ കെട്ടിയെടുക്കാം. ഒന്ന് മടക്കിയതിന് ശേഷം കിഴി പോലെ ആക്കി നമുക്കൊന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് വാഴനാര് വെച്ച് തന്നെ കിഴി കെട്ടിയെടുക്കാം. പ്ലാസ്റ്റിക് നൂലൊന്നും വെച്ച് കെട്ടല്ലേ, ഉരുകി പോവാം. വാഴനാര് അല്ലെങ്കിൽ ചാക്കുനൂല് വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുത്താൽ മതി. നല്ലതുപോലെ മുറുക്കി കെട്ടണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം മതി. കാരണം ഈ നമ്മുടെ കിഴി അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ആ കിഴിയുടെ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ ചേർക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് നേരം നല്ല ദം ബിരിയാണി ചെയ്യുന്നത് പോലെ തന്നെ കിഴിയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബിരിയാണി എന്തായെന്ന് നമുക്ക് നോക്കാം. നല്ല ചൂടായി ആ ഇലയെല്ലാം നല്ല വാടി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ആയില്ല എങ്കിൽ ഒരു 5 മിനിറ്റ് നേരം കൂടെ നിങ്ങളൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. ആ വാഴയിലയൊക്കെ നല്ല ഇതായിട്ട് വരുന്ന ആ ഒരു നല്ല സ്മെല്ല് വരും വാഴയിലയുടെ. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ നമ്മുടെ റെഡിയായി കഴിഞ്ഞു കിഴി ബിരിയാണി. ഡക്ക് കിഴി ബിരിയാണിയാണ്, സ്പെഷ്യലാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാവ്, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ വാഴ ഇലയുടെ ആ ഒരു സ്മെല്ലും ഡക്കും ബിരിയാണി സ്മെല്ലും എല്ലാം കൂടെ വന്നിട്ട് കിട്ടിയില്ല മണമാണ് വരുന്നത്. ഇനി ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ ഡക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നങ്ങ് എടുക്കാം. ആ ഗ്രേവി എല്ലാം നല്ലതുപോലെ ആ ബിരിയാണിയിൽ പറ്റി പിടിച്ചിരുന്നിട്ടുണ്ട്. നല്ല ദം പോലെ ആയിട്ടുണ്ട്. ആ പിന്നെ നട്ട്സും കിസ്മിസും എല്ലാം കൂടെ ചേർന്ന് കഴിക്കാൻ വാവ് എന്നാ രുചിയാണെന്നറിയോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പെട്ടെന്ന് ബിരിയാണി തീരുന്നത് അറിയില്ല. ബിൻചായൻ്റെ പാത്രമൊക്കെ നോക്കിയേ ഒറ്റയടിക്ക് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ സാലഡും പപ്പടവും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബീഫ് വരട്ടിയതും ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ ഈസ്റ്റർ ഓണം പോലെ ഞങ്ങൾ ഗംഭീരമാക്കി. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു നമ്മുടെ ഡക്ക് കിഴി ബിരിയാണി. അപ്പോൾ നമ്മുടെ ഡക്ക് കിഴി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് ഫിഷ് കിഴി ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കനോ മട്ടനോ ഏതും കിഴി ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് കിഴി ബിരിയാണി ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നത് മമ്മിയായിരുന്നു. മമ്മിയുടെയും കൂടെ പ്രിപ്പറേഷനിലാണ് നമ്മളിത് തയ്യാറാക്കിയത്. കിട്ടുമായിരുന്നു, കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.
അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടിനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മളൊരു ഫാമിലി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.